തന്നെ വില്ലനായും അക്രമരാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായും ചിത്രീകരിക്കുന്നത് വലതുപക്ഷ മാധ്യമങ്ങളും വലത് രാഷ്ട്രീയവുമാണെന്ന് വടകരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി ജയരാജൻ. കെ രമ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാത്തതിനാൽ ആ സാഹചര്യം എന്തെന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നും ജയരാജൻ ന്യൂസ് 18നോട് പറഞ്ഞു. വടകര മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പി ജയരാജൻ തന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ വീടുകൾ കയറിയും അതേപോലെ തന്നെ രക്തസാക്ഷി കുടുംബങ്ങൾ സന്ദർശിച്ചും കോളേജുകളിലൊക്കെ എത്തിയുമൊക്കെയാണ് പ്രചാരണം മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കൂടിയുണ്ട്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നു. ഈ കണക്കുകളിൽ എപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയും അതേസമയം കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തെ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു മണ്ഡലമാണ് വടകര. എന്താണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷ? അല്ല, കഴിഞ്ഞ തവണത്തേക്കാൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ വിപുലപ്പെട്ടിട്ടുണ്ട്. LDFന്റെ ബഹുജന അടിത്തറ കൂടുതൽ വിപുലപ്പെട്ടു. UDFൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ മത്സരിക്കണമെന്നുള്ളൊരു അഭിപ്രായം UDFൽ ശക്തമാവുന്നുണ്ട്. അതോടൊപ്പം കെ രമയെ പൊതുസ്വതന്ത്രയായി നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നേരിടണം, അതിനെ കോൺഗ്രസ് പിന്തുണയ്ക്കണം എന്നുള്ളൊരു അഭിപ്രായവും വരുന്നുണ്ട്. കെ രമ സ്ഥാനാർത്ഥിയായി എത്തുകയും ഇവർ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും വടകരയുടെ ഒരു? അല്ല, അതിപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാലല്ലേ പ്രതികരിക്കേണ്ടത്. ഇപ്പോ ഇങ്ങനെ വെള്ളം പറ്റി പട്ടി അപ്പുറത്തുനിന്ന് കടന്നു വന്ന് നമ്മൾ എന്ത് ചെയ്യും എന്ന് ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇപ്പോഴില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ അതേക്കുറിച്ച് പ്രതികരിക്കാം. നിലവിൽ ഇപ്പോൾ കൊലപാതക രാഷ്ട്രീയം ഉൾപ്പെടെ വടകരയിൽ ചർച്ചയാക്കാനാണ് UDFന്റെ ഒരു പദ്ധതി. VT ബൽറാം ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിലുള്ള ഒരു ചർച്ച തുടങ്ങി വെക്കുകയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ താങ്കൾ എപ്പോഴും ഈ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഒരു വില്ലനായിട്ടൊക്കെ അവതരിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതിനെ കുറിച്ച് എന്താണ്? അതായത് കോൺഗ്രസിന്റെയും വലതുപക്ഷത്തിന്റെയും അജണ്ട നടപ്പാക്കാനുള്ളവരല്ല ഇടതുപക്ഷക്കാർ. ഇടതുപക്ഷക്കാർക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ജനങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട്. അതല്ലാതെ അജണ്ട ഞങ്ങൾ നിശ്ചയിക്കും. അത് വലതുപക്ഷ പത്രങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങൾ, വലതുപക്ഷ രാഷ്ട്രീയക്കാർ ആ അജണ്ടക്കനുസരിച്ച് ഇടതുപക്ഷം പോകാൻ വേണ്ടി പോകുന്നില്ല. മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളും അതേപോലെ തന്നെ ദേശീയ രാഷ്ട്രീയവും ഉയർത്തിക്കാണിച്ചുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ പ്രചാരണം നടത്തി വിജയം ഉറപ്പിക്കാൻ തന്നെയാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. വടകരയിൽ നിന്ന് ക്യാമറാമാൻ അരവിന്ദിനൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18.